കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ നവ്യയാണെങ്കിൽ പല്ലീനെ കണ്ട് പേടിച്ചണ്ട് മുറി നിൽക്കുകയാണ്. ഈ സമയത്ത് അബിയോട് പറഞ്ഞു, അബി നീ ആ ബാത്റൂമിലേക്ക് വന്നിട്ട് ആ പല്ലീനെ എടുത്ത് കളയാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു, കൊള്ളാം, നല്ല കഥയായിപ്പേ, നീ എങ്ങോ എടുത്ത് കളയണ്ടാ മോനെ, ഇങ്ങനത്തെ ഉള്ളവളാ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നോക്കാൻ പോകുന്നത്, നീ ഇങ്ങോട്ട് വാടാ അബി എന്ന് പറഞ്ഞിട്ട് അബിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഇനി ഇവിടെ പല്ലിയുടെ പേരിൽ ഇവിടെ കിടന്ന് മരിക്കുവാണെങ്കിൽ അത് അങ്ങോട്ട് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. അപ്പൊ അബി ആ കൂടെ അങ്ങോട്ട് പോവാണ്. ഇവനിത് എന്ത് പറ്റി? ചില സമയത്ത് തന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും, അല്ലാത്തപ്പോഴിങ്ങനെ കടിച്ചു തിന്നാൻ വരുവാണ്. അബി അങ്ങ് ഇറങ്ങിയപ്പോ തന്നെ നബി പുറയുന്ന് വിളിച്ചു പറഞ്ഞു, അതേ ഒരു കാര്യം ചെയ്യാം, പല്ലിനെ എടുത്ത് കളഞ്ഞില്ലേ വേണ്ട, മുത്തച്ഛനോട് ഞാൻ മറ്റേ കാര്യം പറയുന്നു പറയണം. ഇത് കേട്ടതും തിരിച്ച് അബി ഇങ്ങോട്ട് കയറുവാണ്. അപ്പൊ ജലജ സംശയിച്ചു, എന്തായിരിക്കും അവൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യം? എന്തോ ഒരു കാര്യമുണ്ടല്ലോ, അബിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, എനിക്കറിയാടി, നീ ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുവല്ലേ, പിന്നെ ചെയ്യുന്നതിനാണോ കുഴപ്പം? അബിക്ക് എന്നോട് ചില സമയത്ത് ഒരു സ്നേഹവും ഇല്ല, ചില സമയത്ത് വല്ലാത്ത സ്നേഹമാണ്. ആ പല്ലീനെ എടുത്ത് കളഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. എൻ്റെ ഒരു കഷ്ടകാലം, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനെന്ന് പറഞ്ഞുകൊണ്ട് അബി അങ്ങോട്ട് പോവാണ്. പിന്നീട് പല്ലീനെയൊക്കെ എടുത്തു കളഞ്ഞ ശേഷം താഴേക്ക് ചെല്ലുക. അപ്പൊ ജലജ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മേ, എനിക്ക് മടുത്തെന്ന് പറയാണ്. മടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ആയിട്ട് വരിച്ചു വെച്ച കുരിശല്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മേ, അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞ് ഇത്ര നമ്മൾ ചെയ്തിട്ടും എന്താ പോകത്തെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ലടാ മോനെ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാം. വളകാപ്പാണ്, അതിനു മുമ്പ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോണെന്ന് പറയാം. അമ്മ ഒരു കാര്യം ചെയ്യാം, ആ ഡോക്ടറെ വിളിച്ച് രണ്ട് ചീത്ത പറയാം, അയാളോട് ഇതിന് സമാധാനം പറയാൻ പറ. അയാളല്ലേ പറഞ്ഞത് കുഞ്ഞു പൊക്കോളൂന്നൊക്കെ, എന്നിട്ട് അവളിലാണ് ഒരു ലക്ഷണവും ഇല്ലെന്ന് പറയാം. പെട്ടെന്ന് ജലജ പറഞ്ഞു, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല മോനെ, അങ്ങനെ എന്തേലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ദേഷ്യമാവും. അയാൾ അങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു, അതോടുകൂടി നമ്മുടെ കഥ തീരും. നമ്മുടെ ഈ വീടിന് പുറത്താ ഇങ്ങനെ എന്തേലും ചെയ്യാൻ തുനിഞ്ഞെന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അച്ഛൻ നമുക്ക് മാപ്പ് തരത്തില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട, അത് റിസ്ക് ഉള്ള പരിപാടിയാന്ന് പറയാണ്. ഈ സമയത്ത് നയന മുറിയിലേക്ക് വരുമ്പോൾ ആദർശം നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഉറയെ കിടക്കുന്നപ്പോ നയനക്കൊരു കുസൃതി തോന്നി. നയന് ഫോൺ എടുത്തോണ്ട് വന്ന് ഒരു സെൽഫി എടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് സെൽഫി എടുക്കുകയാണ് ആദർശനം വെച്ചിട്ടുള്ളത്. പിന്നീട് ശരിക്കും ആദർശന്റെ മുഖം തന്റെ മുഖം ഒരുമിച്ച് കിട്ടാനായിട്ട് ആ കട്ടിലേക്ക് കയറി കാല് കുത്തിവെച്ചിട്ട് ഒരു സെൽഫിയും കൂടി എടുക്കുകയാണ്. പെട്ടെന്ന് ആദർശം ഇങ്ങോട്ട് അനങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നയന കാലും കുത്തിക്കൊണ്ട് ആദർശന് മേത്തേക്ക് വീഴുവാണ്. പെട്ടെന്ന് ആദർശം ഞെട്ടി എഴുന്നേറ്റു. എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നയന പറഞ്ഞു, അതാ എനിക്കും പറയാനുള്ളത്. ആദർശന് സോറി ഇട്ടോന്ന് പറയണ. ആദർശന് പെട്ടെന്ന് എന്താ കാര്യം എന്താന്ന് മനസ്സിലായില്ല. താൻ അവളെ കെട്ടിപ്പിടിച്ച് നെഞ്ചത്തേക്ക് ഇട്ടതായിട്ട് ആദർശന് തോന്നിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഞാൻ ഇന്നലെ രാത്രി തൊട്ട് കാണുന്ന. അല്ല ആദർശാണ് ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കണം. ആദർശ് പറഞ്ഞു, ഞാൻ സോറി പറഞ്ഞല്ലോ, ഉറക്കത്തിൽ അറിയാതെ ചെയ്തു പോയതാ. ഈയിടെ ഉറക്കത്തിൽ വെച്ചിട്ട് അറിയാതെ ചെയ്യുന്നുണ്ട്, ഇതുപോലെയൊക്കെ തന്നെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ തമ്മിൽ ഈ മുറി കിടക്കുന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഇതുവരെയായിട്ട് ഞാൻ പാലിച്ചിട്ടുള്ളൂ. പക്ഷെ ആദർശാണ് അങ്ങനെയല്ല, ആദർശാണ് അത് തെറ്റിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയണം. ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ? പിന്നെ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോ ഇന്നലെ രാത്രി എന്നെ വന്ന് ഉമ്മ വെച്ചെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ അറിയാതെ ചെയ്താന്ന് പറഞ്ഞല്ലോ. പിന്നെ അറിയാതെ ചെയ്തേ. അതെ, ഇനി ഇപ്പൊ അതൊന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്റെ കടങ്ങളൊക്കെ എനിക്കവിടെ വീട്ടണോന്ന് പറയാം. കടങ്ങൾ വീട്ടാനോ? എന്ത് കടങ്ങള്? ഇന്നലെ തന്ന ഉമ്മയില്ലേ, അത് ഇപ്പൊ ഇന്നെ നെഞ്ചത്തേക്ക് വലിച്ചിട്ടു, അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഇങ്ങോട്ട് തരാൻ പോവാന്ന് പറയണം. ആദർശ് പറഞ്ഞു, വേണ്ട, നീ അനാവശ്യം ഒന്നും കാണിക്കില്ലെന്ന് പറയണം. ആഹാ, അപ്പൊ ആദർശനെ കാണിക്കല്ലേ, അപ്പൊ എനിക്ക് കാണിക്കാൻ പാടില്ലാത്തുള്ളൂ എന്നും പറഞ്ഞോണ്ട് ഇരിക്കുന്ന ആദർശന്റെ അടുത്തേക്ക് ബെഡിലേക്ക് നയനെ അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ ആദർശ് വേണ്ട നമ്മൾ നീങ്ങി പോയിട്ട് ആ കട്ടിലിന്റെ ക്രാസിൽ ഇടിച്ച് നിൽക്കുവാണ്. നയനെ ചെന്നിട്ട് അങ്ങോട്ട് കഴുത്തേലേക്ക് ഇങ്ങോട്ട് ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോഴാണ് ജാനകി അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ജാനകി കൊടുത്ത്, ഈ പിള്ളേര് എന്ത് ഭാവിച്ചാ വന്നോന്ന് ഇപ്പൊ ഈ മുറിയുടെ അങ്ങോട്ട് കയറി വരാൻ പോലും പറ്റില്ല. അതുപോലത്തെ കാഴ്ചകളാണല്ലോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. മുറിയൊന്നും ലോക്ക് ചെയ്തിട്ട് അവർക്ക് ചെയ്തുകൂടെ എന്നും പറഞ്ഞിട്ട് ജാനകി മനസ്സിൽ പറഞ്ഞിട്ടുള്ളങ്ങ് പോവാണ്. ഈ സമയത്ത് ആദർശിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ കഴുത്തിന്റെ അടുത്ത് ചുണ്ട് അടുപ്പിച്ച് നിൽക്കുവാണ് നയന. പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയിട്ട് പറഞ്ഞു, അല്ലേ വേണ്ട, ഈ കടങ്ങളെല്ലാം ഒരു ദിവസം ഞാൻ വീട്ടിക്കോളാന്ന് പറയാണ്. രക്ഷപ്പെട്ടെന്നുള്ള ഭാവത്തിൽ ആദർശം നിൽക്കുക. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കൊന്നും വേണ്ട, ഒരു ദിവസം എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാനത് വീട്ടിക്കോളാന്ന് പറയണം. പിന്നീട് ആദർശം പറഞ്ഞു, അല്ല നിനക്കിത് എന്തിന്റെ കേടാ? ഞാൻ ഇപ്പൊ നമ്മൾ നമ്മുടെ എഗ്രിമെന്റ് ഒന്നും തെറ്റിച്ചിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടിപ്പോ നയന പറഞ്ഞു, തെറ്റിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ആദർശേട്ടാ, ഞാൻ ഒരു കാര്യത്തിലും ആദർശനെ കമ്പൽ ചെയ്യാറില്ല. ഒരു ഭാര്യയുടെ സ്ഥാനം പോലും ഞാൻ ആദർശന്റെ അടുത്ത് എടുക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആദർശേട്ടൻ അത് മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ നിലയും വിലയും നോക്കി നിൽക്കാറില്ല. അത് ആദർശേട്ടൻ മനസ്സിലായി കാണുന്ന എന്റെ വിചാരം.
അതുകൊണ്ട് ഞാനായിട്ട് ഒന്നിനും വരത്തില്ല എന്നും പറഞ്ഞ് നയനെ മുറിവിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആദർശ് ഇങ്ങനെ ആലോചിക്കുക, താൻ അവളോട് ക്രൂരതയാണോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയൊക്കെ ആദർശിന്റെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് താൻ തന്നെ മോഹങ്ങളൊക്കെ അടക്കി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എങ്കില് ഒരു ദിവസം എന്തെങ്കിലും അവള് ഇതിന് പൊട്ടിത്തെറിക്കുവോ, മുത്തശ്ശനും മുത്തശ്ശിയോടും കാര്യങ്ങളൊക്കെ പറയുമോ എന്നൊരു ചിന്ത ആദർശിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അഭി ജലജയോട് പറഞ്ഞു, അമ്മയെ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. പിന്നീട് ജലജ രണ്ടും കളിപ്പിച്ച് ഡോക്ടറെ വിളിക്കുക. ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ഡോക്ടറെ, അതെ ഇന്നലെ ആ മെഡിസിൻ കഴിച്ചിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അങ്ങനെ വരാൻ വഴി ഉള്ളതല്ലല്ലോ ജലജെ. ഞാൻ നല്ല മെഡിസിൻ ആണല്ലോ തന്നേന്ന് പറയണം. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് 1 മണിക്കൂറും കൊണ്ട് പോകുന്നില്ല ഡോക്ടർ പറഞ്ഞേ. 1 മണിക്കൂർ കഴിഞ്ഞ് 9 മണിക്കൂറായി, ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവൾ പ്രഗ്നന്റ് അല്ലായിരിക്കും ഡോക്ടർ പറയാം. പ്രഗ്നന്റ് അല്ലേ ഡോക്ടർ, എന്ത് വിഡ്ഢിതരമൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ്. അവളുടെ വയറ് ഓരോ ദിവസം ചെല്ലുന്നതും വളർന്നുകൊണ്ടിരിക്കുവാന്ന് പറയാം. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ തന്ന മെഡിസിൻ കഴിച്ചായിരുന്നെങ്കിൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോണ്ടതാ ജലജെ. ഇതെന്ത് മറമായോ ഒന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം ചെയ്യേ, അവളുടെ നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്ന അറിയത്തില്ല. അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറയാം. മുറിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തരാൻ പറയാം. ഇത് കേട്ടൻ ജലജ പറഞ്ഞു, ശരി ശരി അതൊക്കെ ഞാൻ തരാം. പക്ഷെ അവളുടെ കൺസൾട്ട് ചെയ്തൊരു ഡോക്ടർ പറഞ്ഞാലേ അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അതൊക്കെ ഏത് ഡോക്ടർക്കാ പറയാൻ പറ്റില്ലാത്തേ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബ ഡോക്ടർ എന്നല്ലേ പറഞ്ഞേ. ഒരുപക്ഷെ ഇപ്പൊ എന്നെ നിങ്ങൾ സ്വാധീനിച്ച പോലെ ആ കുടുംബ ഡോക്ടർ അവള് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലോ, അവളെ കൊണ്ട് കള്ളം പറയിച്ചായിരിക്കലോ. അതും പറയാൻ പറ്റില്ലെന്ന് പറയാണ്. ശരിയാന്ന് ജലജയ്ക്കും തോന്നി. എന്നാലും ഇതെങ്ങനെ സംഭവിക്കും, ഒരെത്തും പിടിയും കിട്ടിയില്ല. പിന്നീട് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും അഭി പറഞ്ഞു, എന്തായ്മ കാര്യങ്ങളെന്ന് ചോദിക്കാണ്. മോനെ, ഡോക്ടർ പറഞ്ഞു അവൾ പ്രഗ്നന്റ് അല്ലെന്നാ പറയണേ. പക്ഷെ അതെങ്ങനെ ശരിയാവുമേ, അവളുടെ വയറ് വളർന്നുകൊണ്ടിരിക്കുമല്ലേന്ന് ചോദിക്കോ. അതാ ഞാൻ പറഞ്ഞേ, ആ ഡോക്ടർ മണ്ടൻ ഡോക്ടറാന്നാ തോന്നേ, അല്ലെങ്കിൽ പിന്നെ അയാൾ ഇങ്ങനത്തെ വർത്താനമൊക്കെ പറയുമെന്ന് ചോദിക്കണം. പെട്ടെന്ന് അഭി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ കാര്യം നമ്മൾ തള്ളിക്കളയണ്ട. കാരണം അവളുടെ പ്രഗ്നൻസിയുടെ ആയ ഒരു ലക്ഷണവും ഞാൻ കാണുന്നില്ല. വയറ് വീർത്ത് വരുന്നതല്ലാതെ അവൾക്കാണ് ഒരു ശരീരത്തിനാണെങ്കിലും മുഖത്തിനാണെങ്കിലും വേറൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. എന്തോ കള്ളത്തരം ഉണ്ടോ അമ്മേന്ന് ചോദിക്കണം. ജലജ പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായിടാ. ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഇട്ടു കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞേ. ഡോക്ടർ അത് ചെക്ക് ചെയ്തിട്ട് മറുപടി പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ മുറിയിലൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് നവ്യ അടുക്കള ഫ്രിഡ്ജ് വന്ന് ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് കുടിക്കുവാണ്. നയനയാണെങ്കിൽ ഹാളൊക്കെ തൂത്തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ വെള്ളമെല്ലാം കുടിച്ചിട്ട് ഹാളിൽ നിന്ന് അങ്ങോട്ട് കയറി മുകളിലേക്ക് പോകാൻ നേരത്ത് നയന നോക്കിയിട്ട്, അല്ല ചേച്ചിയുടെ ബ്ലൗസ് പിഞ്ചിയിട്ടുണ്ടല്ലോ എന്ന് പറയണം. ബ്ലൗസ് പിഞ്ചിട്ടുണ്ടോ ഞാൻ കണ്ടില്ലോ. പുതിയ ബ്ലൗസ് ആയിരുന്നു, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇത് കേട്ടതും നയന പറഞ്ഞു, എലി ശല്യം ഉണ്ടെന്ന് അവിടെ പറഞ്ഞേ. കഴിഞ്ഞ ദിവസം വല്യമ്മ പറഞ്ഞു കേട്ടില്ലേ, സാരിയൊക്കെ കരണ്ടെന്ന്. അതുപോലെ അമ്മയുടെ സാരിയും കരണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് നവ്യക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. നവ്യ പറഞ്ഞു, വളകാപ്പ നല്ല ഡ്രസ്സൊക്കെ പോയി ഇടണം, ഞാൻ പോയി ഒന്ന് ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴത്തേന് നവ്യയോട് നയന പറഞ്ഞു, അവിടെ നിന്നേ ചേച്ചി എന്ന് പറയാണ്. ചേച്ചിക്ക് നാണമില്ല ഇങ്ങനെ വളകാപ്പാന്നും പറഞ്ഞ് അണിഞ്ഞൊരുങ്ങാനായിട്ട്. ചേച്ചി എന്ത് കള്ളത്തരം ചേച്ചി പറയണേന്ന് ചോദിക്കുകയാണ്. അതെ, ഇപ്പോഴാണ് നിനക്കത് മനസ്സിലായത് കള്ളത്തരമെന്ന്. ചേച്ചി ഇനിയെങ്കിലും സത്യങ്ങൾ തുറന്നു പറ. എത്രയെന്ന് വെച്ചാൽ എങ്ങനെ മൂടി വെക്കുന്നേ? നീ ആയിട്ട് അത് ആരോടും പറയാതിരുന്നാ മതി. നീ മാത്രം എന്നോട് ആ ക്രൂരത ചെയ്യാതിരുന്നാ മതി. എന്ത് ചെയ്യണമെന്ന് ഈ നവ്യക്കറിയാം. കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയണം. ചേച്ചി എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങനെ കള്ളത്തരം പറയുന്ന കൂട്ടത്തിലല്ലെന്ന് ചേച്ചിക്ക് അറിയാലോ. പിന്നെ എന്തുമാത്രം കള്ളത്തരം ഇപ്പൊ ഞാൻ പറയണേന്നറിയാവോ? ദേ, നീ എന്റെ അനിയത്തിയാ. അപ്പൊ ആ സ്നേഹവും ബഹുമാനവും ഒക്കെ എന്നോട് വേണം. എന്റെ ഒപ്പം ഈ അവസ്ഥ നീ നിക്കണ്ടേ, അല്ലാതെ ഈ വീട്ടുകാർക്കൊപ്പം അല്ലെന്ന് പറയണം. ചേച്ചിയുടെ ഒപ്പമല്ല ഞാൻ എന്നും നിന്നിട്ടുള്ളൂ. പക്ഷെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുമ്പോഴേ എനിക്ക് ചേച്ചിയുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ലെന്ന് പറയാം. എന്നാ വേണ്ട, എന്റെ മരണത്തിന് നീ ഉത്തരവാദി ആയിക്കോളാൻ പറയണം. വെറുതെ ചേച്ചി പേടിപ്പിക്കണ്ടെന്ന് പറയാ. പേടിപ്പിച്ചൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞ. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ട് പിന്നെ എന്താ കാര്യം എന്നറിയാലോ. ഞാൻ ആ ജീവൻ അങ്ങ് അവസാനിപ്പിക്കും. അതോടുകൂടി നിനക്ക് സമാധാനം ആവില്ലോ എന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് നവ്യ കയറിപ്പോവാ. നയനെ ആകപ്പാടെ പെട്ടിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുമായിരുന്നു. ഈ സമയം ജലജ അലമാരി എല്ലാം പരതിക്കൊണ്ടിരിക്കും. ഒരിടത്തൊന്നും കാണുന്നില്ല. ഇവിടെ ഇതെവിടെ കൊണ്ടുപോയി വെച്ചേക്കുക. അങ്ങനെ പലരും നോക്കുമ്പോഴത്തേന് സാരിക്കടിയിൽ ഒരു റിപ്പോർട്ട് ഇരിക്കുന്നത് കണ്ടു. സ്കാൻ റിപ്പോർട്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് അതെടുത്ത് ജലജ ഇങ്ങനെ നോക്കാണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നവ്യ അങ്ങോട്ട് കയറി വരുന്നത്. നവ്യനെ കണ്ടത് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ വെച്ചു. അത് ജലജ ഇങ്ങോട്ട് മാറുകയാണ്. അല്ല അമ്മ എന്താ ഇവിടെ തിരയുന്നേന്ന് ചോദിക്കും. ഞാൻ ഇമ്പോർട്ടന്റ് കാര്യം നോക്കിയതെന്ന് പറയണേ. അല്ല, ഞങ്ങളില്ലാത്ത സമയത്ത് അമ്മയ്ക്ക് ഈ മുറി കണ്ട വല്ല ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ മാത്രം മുറിയല്ല, ഇത് എന്റെ മോന്റെ മുറി തന്നെയാ. അല്ല നിനക്ക് ഈ മുറി എഴുതി തന്നിട്ടൊന്നും ഇല്ലാന്ന് പറയണം. എന്നാലും അത് ശരിയല്ലോ അമ്മയെന്ന് പറയണം. ഞാനൊരു കാര്യം നോക്കാൻ വേണ്ടി കയറിയതാന്ന് പറയണേ. അല്ല എന്ത് കാര്യമാ? എന്തോ കള്ളത്തരമുണ്ടല്ലോ അമ്മേനെ. ഇനി അമ്മ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ വന്നാണോ? ഈ സമയത്ത് അവിടെ
ഒരു ജ്വല്ലറി ബോക്സ് ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അത് ജലജ തുറന്നു നോക്കുക. ആ, ഞാൻ അബിയുടെ ഒരു ബ്രേസ്ലെറ്റ് എടുക്കാൻ വന്നെന്ന് പറഞ്ഞ, ഇതൊക്കെ സാധാരണ പെണ്ണുങ്ങൾ ഇടുന്ന കാര്യങ്ങളല്ലേ, ഇതെന്തിനാ അബി ഇടുന്നേ? ഇപ്പൊ അതെല്ലാം നിനക്ക് അറിയണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതും എടുത്തോണ്ടങ്ങ് ജലജ അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പൊ നവ്യ മനസ്സിൽ പറഞ്ഞു, ഇവന്റെ വേറെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നോ? പെട്ടെന്ന് അലമാരി തുറന്ന് നോക്കുവാണ്. ആ റിപ്പോർട്ട് കണ്ടു. ഈ റിപ്പോർട്ട് സ്ഥാനം മാറിയാണല്ലോ, ഇരിക്കുന്ന ഇവിടെ അല്ലോ താൻ വെച്ചെന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോ ഇത് ആരും കാണണ്ട എന്നോർത്തണ്ട ആ റിപ്പോർട്ട് വലിച്ചു കീറുവാണ്. പുറത്തേക്ക് ഇറങ്ങിയ ജലജ കണ്ടിത്. അപ്പൊ ഇത് കണ്ട് ജലജ ഇങ്ങനെ രൂക്ഷമായിട്ട് നവ്യനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ വിശേഷങ്ങളായിരുന്നു കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.